കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ പോവുകയായിരുന്ന ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതി പത്മരാജന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഭാര്യയെയും ആൺസുഹൃത്തിനെയും ഒരുമിച്ച് കൊല്ലുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കാറിലുണ്ടായിരുന്ന മരിച്ച അനിലയുടെ ആൺസുഹൃത്തായ ബേക്കറി ജീവനക്കാരൻ ചികിത്സയിലാണ്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, നേരത്തെ നമ്മൾ കണ്ടതാണ്, രണ്ടുപേരെയും കൊല്ലാനായിരുന്നു ഇത്തരത്തിൽ ഈ പത്മരാജന്റെ പദ്ധതി. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട്. മറ്റ് വിവരങ്ങൾ? അല്പം മുമ്പ് ഈ പ്രതി പത്മരാജനെ ഈ ക്രൈം സീനിൽ എത്തിച്ച് ചെമ്മാമുക്കിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. അതിൽ അയാൾക്ക് താൻ എങ്ങനെയൊക്കെയാണ് ഈ കൃത്യം ചെയ്തത് എന്ന് വിവരിച്ചു. താൻ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ വണ്ടി ഓടിച്ച് നേരെ ഈ കാറിന്റെ ചേർത്ത് അവരെ പോകാൻ അനുവദിക്കാതെ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം തന്റെ ഇടത് സൈഡിലുള്ള ഗ്ലാസ് തുറന്ന് ഈ കയ്യിൽ കരുതിയിരുന്ന ഈ സ്റ്റീൽ ഒരു ബക്കറ്റ് പോലെ അതൊരു അടപ്പൊക്കെ ഉള്ളതാണ്. അത് തുറന്ന് അതിൽ കരുതിയിരുന്ന പെട്രോൾ എടുത്ത് അപ്പുറത്തെ വണ്ടിയിലിരുന്ന അനിലയുടെ ആ കാറിലേക്ക് ഒഴിച്ചു. തുടർന്ന് ഇയാൾ തീ കൊളുത്തുകയായിരുന്നു. പക്ഷേ ഈ പെട്രോൾ ഈ വണ്ടിക്കകത്തും വീണു. ഇയാളുടെ തീ ആളി പറഞ്ഞതോടെ ഇയാൾ ഇതിലേക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. ഇയാളുടെ ദേഹത്തും ചെറിയ തോതിൽ ഈ പ്രതി പത്മരാജന്റെ ഇടതുഭാഗത്തും പൊള്ളലേറ്റിട്ടുണ്ട്. ഈ സമയത്താണ് അതിനകത്ത് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ സീറ്റ് ബെൽറ്റ് എന്ന് ഊരാൻ കഴിയാതെ അവിടെ ഇരുന്ന് വെന്തു മരിച്ചത്. പിന്നീട് റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ ഇവരെ പുറത്തെടുത്തെങ്കിലും അപ്പോഴത്തേക്ക് അനിലയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ അനിലയുടെയും ഈ പത്മരാജന്റെയും വീടുണ്ട് കോട്ടയം തഴുത്തല. അവിടെ ഈ പത്മരാജനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. തുടർന്ന് ഇയാൾ എവിടെയൊക്കെയാണോ ഇവരെ ഫോളോ ചെയ്തത്, അനിലെ ഏതൊക്കെ സ്ഥലത്ത് വെച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് അത്തരം സ്ഥലങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക. ശരി രാജ്കുമാർ, കൊലയ്ക്ക് കാരണം സംശയരോഗമാണ് എന്നായിരുന്നു FIR-ൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതേസമയം ഈ കാറിൽ ഉണ്ടായിരുന്ന ബേക്കറി ജീവനക്കാരനെ കൊലപ്പെടുത്താൻ തനിക്ക് പദ്ധതിയില്ലായിരുന്നു. ഭാര്യയായ അനിലയെയും ആൺസുഹൃത്തിനെയും കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാണ് ഇപ്പോൾ പത്മരാജൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന വിവരം. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.